താലൂക്ക് പ്രസ് ക്ലബിന്റെ വാർഷിക പൊതുയോഗവും 2026-27 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പും വിവിധ പരീക്ഷകളിൽ വിജയിച്ച സംഘടനയിലെ അംഗങ്ങളുടെ മക്കൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി താലൂക്ക് പ്രസ് ക്ലബ് ജനറൽ ബോഡി യോഗവും വിവിധ പരീക്ഷകളിൽ വിജയിച്ച സംഘടനയിലെ അംഗങ്ങളുടെ മക്കൾക്കുള്ള അനുമോദനവും പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു. പ്രസ് ക്ലബിൽ വെച്ച് നടന്ന പരിപാടി പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും പ്രാദേശികമായ മാധ്യമ പ്രവർത്തനം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സുഖകരമായിട്ടുള്ള മാധ്യമ പ്രവർത്തനമല്ല, വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു മാധ്യമ പ്രവർത്തനമാണ്. അത് നിലനിൽക്കണം. അത് നിലനിന്നാലാണ് നമ്മുടെ ഓരോ പ്രദേശത്തിന്റെയും ഐഡന്റിറ്റി, ആ പ്രദേശത്തിന്റെയും പ്രശ്നങ്ങൾ, ആ പ്രദേശത്തിന്റെ പ്രത്യേകതകൾ അതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാനും അത് നിലനിർത്താനും നമുക്ക് കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ വാർഷികം ആഘോഷിക്കുമ്പോൾ, പ്രസ് ക്ലബിന്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും നിലനിൽപ്പിന് വേണ്ടിയും കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു വലിയ സന്ദേശമാണ്, അല്ലെങ്കിൽ മുദ്രാവാക്യമാണ്, ഒരു ഒത്തുചേരലാണ് നമുക്ക് ആവശ്യം. അതിന് ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എൻ്റെ ഭാഗത്തുനിന്ന് കൂടി എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകും എന്ന് ഞാൻ അറിയിക്കുകയാണ്. പിന്നെ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സ്വന്തമായ സ്ഥലം ഉണ്ടെങ്കിൽ പ്രസ് ക്ലബിന് നമുക്കൊരു കെട്ടിടം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. അത് സ്ഥലം ലഭ്യമാക്കാനുള്ള കാര്യം ചിലപ്പോൾ നമുക്ക് അത്ര എളുപ്പത്തിൽ കഴിയുന്നതല്ല എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ അത് ഒരു സ്വന്തമായ കെട്ടിടത്തിലും സംവിധാനത്തിലേക്കും വരികയും ഒരു ലൈബ്രറി അടക്കമുള്ള കാര്യങ്ങൾ അതിന്റെ ഭാഗമായി ഉണ്ടാവുകയും ഈ മേഖലയിൽ പുതുതായിട്ട് പഠിക്കുന്ന ആളുകൾക്കൊക്കെ പഠന കാര്യങ്ങൾ അറിയാൻ കഴിയുകയും നമുക്ക് മാധ്യമ പ്രവർത്തകർക്ക് ഒരുമിച്ചിരിക്കാനും അതുപോലെ തന്നെ അത്യാവശ്യം അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഏറെ പ്രയോജനം അതുണ്ടാകും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വരുമാനം കുറവാണെങ്കിലും സൗകര്യങ്ങൾ കൂടാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് അതിന് ഒരു സ്ഥലം ലഭ്യമാക്കുന്നതിനുള്ള ഒരു ശ്രമങ്ങൾ ഈ വാർഷികത്തിന്റെ അടുത്ത വാർഷികത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ കെട്ടിടം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. കെട്ടിടത്തിനുള്ള ഫണ്ട് MLA ഫണ്ട് വെക്കാൻ കഴിയുമെങ്കിൽ അതിലൊരു വിഹിതം തരാൻ ഞാൻ തയ്യാറാണ് എന്ന് നേരത്തെ പറഞ്ഞിട്ട് ഇപ്പോഴും ഞാൻ പറയാം. ആ കാര്യം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അങ്ങനെ നമുക്കൊരു മാതൃകാപരമായിട്ടുള്ള ഒരു പ്രസ് ക്ലബ് വേണമെന്നാണ് എന്റെയും കൂടെ ഒരു താല്പര്യം. അതൊരു വലിയ പ്രയോജനമായിട്ട് മാറും നമുക്ക്. നഗരസഭാ ചെയർപേഴ്സൺ TP ഷാജി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഓരോ ഭരണസമിതിയിലെയും അതല്ലെങ്കിൽ ഭരണം നടത്തുന്ന ഓരോരുത്തരുടെയും തെറ്റുകളും കുറ്റങ്ങളും ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് ഒരു പത്രധർമ്മത്തിന്റെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രവർത്തനമാണ്. ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്കെതിരായി ഉണ്ടാകുന്ന വിമർശനങ്ങളൊക്കെ തന്നെ വളരെ പോസിറ്റീവായി മാത്രമേ സാധാരണ ഞങ്ങൾക്ക് നോക്കിക്കാണാം. ഇപ്പോൾ പട്ടാമ്പിയുടെ ഒരു സമഗ്രമായ വികസനം, വലിയ പ്രതിസന്ധിയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത്തരം വിഷയങ്ങളിൽ സത്യസന്ധമായ രീതിയിലുള്ള ഒരു മാധ്യമ പ്രവർത്തനം നടത്തണമെന്നും ഇനിയും കൂടുതൽ ശക്തമായ രീതിയിൽ പ്രതികരിക്കണമെന്നും ആണ് ഒരു വ്യക്തിപരമായി എനിക്ക് പറയാനുള്ള അഭിപ്രായം. പട്ടാമ്പി പ്രസ് ക്ലബിലെ 2026-27 വർഷത്തേക്കുള്ള ഭാരവാഹികളായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹനൻ ചരാപ്പറമ്പിലിനെയും, സെക്രട്ടറിയായി PK സുമേഷിനെയും, ട്രഷററായി K വിനോദ് കുമാറിനെയും, വൈസ് പ്രസിഡന്റുമാരായി രഹ്ന തബസം, സന്ദീപ് ദാസ്, സെക്രട്ടറിമാരായി UA ലത്തീഫ്, VTM മുസ്തഫ എന്നിവരെ തിരഞ്ഞെടുത്തു. ഓഡിറ്ററായി മധു, PRO സ്ഥാനത്തേക്ക് K പരമേശ്വരൻ, രക്ഷാധികാരികളായി വിജയൻ പൂവക്കോട്, റാസി, C രവീന്ദ്രൻ എന്നിവരെയും തിരഞ്ഞെടുത്തു.